റോയിൻസിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ദാ ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാൻഡ് മേളത്തോടു കൂടിയുള്ള കരോൾ അതൊരു പുതുമയേറിയിട്ടുള്ള ഒരു ആശയമാണ് അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ, ഈ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് ഈ ഒരു പ്രോഗ്രാം കൺവീനർ ആയിട്ടുള്ള ജെബിൻ ജോസഫ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു പുതുമയേറിയിട്ടുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്. ബാൻഡ് സെറ്റ് അതോടൊപ്പം തന്നെ കരോൾ അങ്ങനെ പൊതുവെ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഇത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ പുതുമയേറിയ അനുഭവമാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന് പറഞ്ഞാൽ സേവരട്ടൻ്റെ പുറകിലുണ്ട്. സേവരട്ടനാണ് നമ്മുടെ രക്ഷാധികാരി പാപ്പ റോയിൻസിന്റെ. അപ്പോൾ സേവരട്ടൻ പറഞ്ഞു ഈ ക്രിസ്മസിന് നമുക്ക് പെരുന്നാളിന് നമ്മൾ സാധാരണ പാപ്പ റോയിൻസ് ഒരുപാട് പരിപാടികൾ ഒരുക്കാറുണ്ട്. ക്രിസ്മസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുൽക്കൂട് വേണമെന്ന് നമ്മൾ ആദ്യത്തെ ആലോചന വന്നു. പക്ഷേ പുൽക്കൂട് കൂടെ ഒരുപാട് ക്ലബ്ബുകൾ വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ മീതെ ഇനി ഒരു പുൽക്കൂട് ഒരുക്കാൻ അതിനേക്കാളും നല്ലത്, അതിനേക്കാളും പുതുമയുള്ള വേറൊരു പരിപാടി നമ്മൾ ആലോചിച്ചാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സിനിമയിൽ മാത്രമാണ് ബാൻഡ് സെറ്റോട് കൂടിയിട്ടുള്ള കരോൾ കണ്ടിട്ടുള്ളൂ. ആ ബാൻഡ് സെറ്റോട് കൂടി കരോൾ എന്നുള്ള ഒരു ആശയത്തിനാണ് നമ്മൾ ഇത്തവണ മുൻതൂക്കം കൊടുത്തത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് നടപ്പിലാക്കാൻ സാധിച്ചു. സേവരാട്ടിനി പിന്നെ ഷീജോൻ്റെ ഒക്കെ കട്ട സപ്പോർട്ട് നമുക്കിതിനുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രവാസികളുടെ ജോമൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പാവർട്ടിയിലെ വ്യാപാരി സുഹൃത്തുക്കൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗോൾഡൻ ക്രഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംരംഭത്തിൻ്റെ മുന്നിലാണ്. ഏകദേശം 1.5 മാസം മുന്നേ തുടങ്ങിയൊരു സംരംഭമാണ്. വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സംരംഭമാണ് ഗോൾഡൻ ക്രഞ്ച്. പിന്നെ അതുപോലെ VKG, അതുപോലെ പോൾസം ബേക്കറി തുടങ്ങിയിട്ടുള്ള ഒരുപാട് വ്യാപാര സംരംഭങ്ങൾ നമ്മുടെ പാപ്പ റോയിൻസിൻ്റെ എല്ലാ വർഷവും പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന വ്യാപാരികളുണ്ട്. ആ വ്യാപാരികളുടെ സപ്പോർട്ട് ഇത്തവണ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെയും. അപ്പോൾ ഇത് നമ്മൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചത് തീർച്ചയായിട്ടും സ്നേഹരാഗം ബാൻഡ് സെറ്റ് ടീമുണ്ട്. സ്നേഹരാഗത്തിന്റെ കരുത്തുറ്റ വ്യക്താവ് നമ്മുടെ പിയൂസേട്ടൻ പാലയൂര് പള്ളിയുടെ അടുത്താണ് ആളുടെ വീട്. അസീസി സ്നേഹരാഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. വർഷങ്ങളായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ പാപ്പ റോയിൻസിന്റെ ഒരു വലിയ പ്രൊമോ വീഡിയോ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രൊമോ വീഡിയോയിൽ പാടത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് നൽകിയിട്ടുള്ള ടീമാണ്. അവിടെ സംസാരിക്കാണ്ട് പിയൂസേട്ടൻ ഒന്ന് മുന്നിലേക്ക് പോയോ? പിയൂസേട്ടൻ ഇവിടെ ഉണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ സ്നേഹരാഗത്തിന്റെ സാരഥി. സ്നേഹരാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ്. അപ്പോൾ ഈ ബാൻഡ് സെറ്റ് ടീമിന്റെ ഒരു സപ്പോർട്ട് കൂടി കിട്ടിയവരാണ് ഈ പരിപാടി വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്മസ് സോങ് ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും പാർട്ടിക്കാർ ഞങ്ങളുടെ മറ്റുള്ള പരിപാടികളൊക്കെ ഏറ്റെടുത്ത പോലെ ഈ പരിപാടിയും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സന്തോഷം.